ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചാനലൊന്ന് വാച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ നെമ്മീൻ ബിരിയാണി സിമ്പിളായിട്ട് തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കെ ഹബ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാനൊരു ബിരിയാണി റെസിപ്പിയുമായിട്ട് വരുന്നത്. അപ്പോൾ നെമ്മീൻ ബിരിയാണിക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില അരച്ച് പേസ്റ്റ് ആക്കിയത് ഒരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഫിഷിൻ്റെയൊക്കെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാനും മീറ്റ് നല്ല സോഫ്റ്റ് ആവാനും കൂടെ ഇതിലേക്ക് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. 2 കിലോയുടെ നെമ്മീനാണ്. അപ്പോൾ അത്രയും തന്നെ മസാലയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ ഫിഷിലോട്ട് കുറച്ചിട്ട് എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മുടെ മീനൊക്കെ ഇപ്പോൾ മസാല പുരട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് നന്നായിട്ട് അരപ്പൊക്കെ നമ്മുടെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി തുടങ്ങിയപ്പം ഫിഷൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ 2 പാനിലായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ എളുപ്പത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 പാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മീനൊരു 75%, ഒരു 75% ഒക്കെ കുക്കായാൽ മതിയാകും. കുറച്ചൊന്ന് കുക്കായി തീർന്നൊന്ന് മറിച്ചിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ ഇത് പൊടിയാതെ മാക്സിമം ശ്രദ്ധിക്കുക. നെമ്മീൻ, അതുപോലെ തന്നെ ചൂര, അങ്ങനത്തെ മീനുകൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ബിരിയാണിക്ക് നല്ലത്. അപ്പം ഫിഷൊക്കെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയപ്പം അതിലേക്ക് ഞാൻ ഇച്ചിരി പെരിഞ്ജീരകവും പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, അങ്ങനെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഒരു 3 കഷ്ണം പട്ട, 2 ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു 5 പീസ് ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു പിടി അളവിന് പെരിഞ്ജീരകം, പിന്നെ 2-3 ഏലക്ക, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒരു മണത്തിനും വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് സോൾട്ടും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 2.5 കിലോ റൈസാണ്, ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിയൊക്കെ തിളച്ച് അതും ഒരു 75% കുക്കായാൽ മതിയാകും. അപ്പോൾ അത്രയും തന്നെ കുക്കായി നമ്മൾ അരിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷിനുള്ള മസാലയാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഫ്രൈ ചെയ്ത ഓയിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊഴിച്ചൊന്ന് ചൂടായി തുടങ്ങിയപ്പോൾ ഒരു മീഡിയം സൈസ് 6 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ബിഗ് സൈസ് ആണെങ്കിൽ ഒരു 4 സവോളയൊക്കെ മതിയാകും. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതായത് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മൾ സവാള ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഈസി ടിപ്പ് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഞാൻ പറയാം, ഒരു പിഞ്ച് ഉപ്പ്, അതായത് സോൾട്ടും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് ഉപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ബ്രൗൺ നിറം ആകുന്നത് വരെ. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഓൾമോസ്റ്റ് ബ്രൗൺ നിറമായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ചതച്ചതാണ്, അധികം പേസ്റ്റ് ആവാതിരിക്കുക, അതുപോലെ ചതച്ചതും, പിന്നെ ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതായതുകൊണ്ട് 5 എടുത്തു. എരിവ് കുറഞ്ഞതാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു 3 മീഡിയം സൈസ് തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. വെള്ളം ഇല്ല, ഒഴിക്കാതെ അരയ്ക്കണം. അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ അരച്ച് ആഡ് ചെയ്യുമ്പോൾ
ഫിഷ് ബിരിയാണിക്ക് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതായത് തക്കാളി പേസ്റ്റും ഈ ഉള്ളിയൊക്കെ അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് തക്കാളിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മറ്റൊരു ടിപ്പാണ്, നമ്മുടെ നെമ്മീൻ ബിരിയാണിയുടെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന മീനിൽ നിന്ന് കുറച്ച് പീസ് മീൻ നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ആഡ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഗ്രേവി, അതായത് നമ്മൾ റൈസിൽ മിക്സ് ചെയ്യുന്ന ഗ്രേവിയിൽ ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഫിഷിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഉള്ളിയോടൊപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക്, നമ്മുടെ റൈസിൻ്റെ മസാലയ്ക്ക് ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ബിരിയാണീൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പുതിനയിലയും മല്ലിയിലയും. ഒരു പിടി അളവിന് മല്ലിയിലയും ഒരു പിടി അളവിന് പുതിനയിലയും കൂടെ ഇട്ട് ഈ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മല്ലിയില പുതിനയിലയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം കുക്കായി ഉണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി. ഓൾറെഡി മുളക് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല 1/2 ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് കളർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ എരിവ് സ്പൈസ് കുറച്ച് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ മറ്റൊരു ഐറ്റം കൂടെ ആയ നമ്മുടെ ഫിഷ് ബിരിയാണി മസാല, അത് നിങ്ങൾക്ക് ഏത് കമ്പനീൻ്റെതായിരുന്നാലും കുഴപ്പമില്ല. ഫിഷ് ബിരിയാണി മസാല ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മുടെ ബിരിയാണിക്ക്, അതായത് നമ്മുടെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ, പച്ചമണം മാറി തുടങ്ങുമ്പോൾ നമ്മുടെ ഫിഷ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഈ ഗ്രേവിയിലോട്ട് ഇറക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കുക്കായി കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയും ഫിഷും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ചൂടേറി കഴിയുമ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റായി. ഇനി നമുക്ക് ആ പാനിൽ നിന്ന് നമ്മുടെ ഫിഷ് പൊടിയാതെ മസാലയോട് ഉൾപ്പെടെ കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഞാൻ ഇതിൽ തന്നെയാണ് ബിരിയാണി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ റൈസ് ഇട്ടു. അതിലേക്ക് നമ്മുടെ നെയ്യ്, പിന്നെ ഫുഡ് കളറ്, അങ്ങനെ എസൻസ് ഇതൊക്കെ ഒഴിച്ച് ആദ്യത്തെ തട്ട് റൈസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ ഗ്രേവിയോടൊപ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെമ്മീൻ ഓരോരോ പീസായിട്ട് എടുത്ത് വെച്ചെടുക്കുക. ഈ വെക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഫിഷ് വെക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ബിക്കോസ് ഇതിലൊരു ടിപ്പുണ്ട്, അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ഓരോ ലെയറുകളായിട്ട് ഇതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് സെറ്റ് ചെയ്യുവാണേ. എനിക്കിപ്പോൾ 3 ലെയർ റൈസ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിഷോടിനോടൊപ്പം തന്നെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ ഓണിയൻ ഫ്രൈ, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അങ്ങനെ കുറച്ച് ഉണക്കമുന്തിരി എല്ലാം ഇട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് ഒരു 15 മിനിറ്റ് ദമ്മിട്ട് വെക്കുക. മൂടി വെച്ച് ദമ്മിട്ട് വെച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി നെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ മാക്സിമം പൊടിയാതെ നെമ്മീൻ എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഗ്രേവി ആയിട്ട് റൈസ് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് മീനുകൾ നമ്മൾ ഇതിനോട്ട് വെച്ച് സെർവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫിഷ് പൊടിയാതെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പം ബൈ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ.